എടാ പടത്തിന് പോണ്ടേ? ഓണമൊക്കെയാണ്. നമ്മുടെ തൊട്ടടുത്ത തിയേറ്ററിൽ ഒരുപാട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മിക്ക പടങ്ങൾക്കും പോസിറ്റീവ് റിപ്പോർട്ട്സ് ആണ്. നിങ്ങൾ എന്റെ അവസ്ഥയിലിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളിപ്പോൾ ടെൻഷൻ അടിച്ച് പണ്ടാറങ്ങി എങ്ങോട്ട് പോകണം, ഏത് പടത്തിന് കയറണം എന്ന് പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയായിരിക്കും. ഞാൻ എർക്കറേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ ഒപ്പം ഇരിക്കുകയാണ്. ഉച്ചയ്ക്ക് നിങ്ങൾ പപ്പടവും പായസമൊക്കെ കൂട്ടി സദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാണ് ഒരു പടത്തിന് പോയാലും. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഹൃദയപൂർവ്വം. എന്തിനാ വേറെ ചിന്തിക്കണ, സത്യനന്ദിക്കാടും മോഹൻലാലും ഒരുമിച്ചുള്ള ഒരു പടം, അതും വർഷങ്ങൾക്ക് ശേഷമായിട്ട് വരുന്ന ഒരു പടം. ഫാമിലിയൊക്കെ ആയിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് കാണാം. അതിനർത്ഥം നിങ്ങൾക്ക് വേറെ പടങ്ങളൊന്നും കാണാൻ പറ്റില്ലെന്നല്ല. ഇപ്പോൾ നിങ്ങൾ എൻ്റെയൊക്കെ ഏജ് ഗ്രൂപ്പിൽ ഒരു 10-21 വയസ്സ്, ഒരു അങ്ങോട്ടേക്കും താഴേക്കും ഇപ്പോൾ ഒരു ടീനേജ് യൂത്തനൊക്കെ ആണെങ്കിൽ ഏറ്റവും ആപ്റ്റായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ കൂട്ടി കാണാൻ പോകുന്ന പടമാണ് ലോക. ഏറ്റവും കൂടുതൽ ആ പടം ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ പെട്ട ആൾക്കാർക്കാണ്. എന്നും പറഞ്ഞ് നിങ്ങൾ ലോക തന്നെ കാണണമെന്നില്ല, നിങ്ങൾക്ക് ഹൃദയപൂർവ്വം പോയി കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ചില പോർഷൻസ് ചിലപ്പോൾ നമുക്ക് ദഹിക്കാൻ വഴിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇപ്പോൾ കനകങ്കാമിനി കലഹം പോലത്തെ പടങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. ആ പടം നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ആ പടം നിങ്ങൾക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയാൽ നിങ്ങൾ ഇത് കാണാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിൽ പെട്ട ഒരാളല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ എന്നാലും ഇതൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പോയി കാണാം, വേണമെങ്കിൽ പോയി കാണാം. ഞാൻ നിങ്ങളുടെ പൈസ രക്ഷിക്കാൻ വേണ്ടി ഒരു മുന്നറിയിപ്പ് തരുന്നു, ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു നഷ്ടം വന്നൊന്നും തോന്നരുതല്ലോ. പരമനാറി പട്ടി കഴിവരടാ മോളെ.